പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ കുറച്ച് സ്റ്റോറി ലൈൻ ഡെവലപ്മെൻ്റ് ആണ്. അതിൽ ഒന്നാമത്തേത് അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചാണ്. നിലവിലെ വുമൺസ് ചാമ്പ്യനായി വിജയിച്ചു വന്നിട്ടുള്ള ജേഡ് കാർഗിലും ബി ഫാബ് എന്ന് പറയുന്ന റെസ്ലറും തമ്മിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് അല്ലാത്ത സിംഗിൾസ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജേഡ് കാർഗിലിൻ്റെ പുതിയ ചാമ്പ്യൻഷിപ്പ് വിജയിച്ചതിൻ്റെ ഒരു സെലിബ്രേഷൻ സെഗ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വുമൺസ് ലോക്കർ റൂമിനെ ഒന്നടങ്കം വെല്ലുവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ജേഡ് കാർഗിൽ പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ ബി ഫാബുമായി ഒന്ന് ഉടക്കുകയും തുടർന്ന് വന്ന ഒരു അനൗൺസ്മെൻറ്റുമാണ് ഈ ഒരു മത്സരത്തിലേക്ക് നയിച്ചത്. അതുപോലെ തന്നെ ജോൺസണയുടെ അവസാന എതിരാളിയെ കണ്ടുപിടിക്കുന്ന ആ ടൂർണമെൻറ്റിലേക്ക് അടുത്ത സ്മാക്ഡൗണിൽ നടക്കാൻ പോകുന്ന ആദ്യ റൗണ്ടിലെ 2 മത്സരങ്ങൾ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് മെയിൻ ഈവൻറ്റ് ജെ ഊസോ വേഴ്സസ് ദ മിസ് തമ്മിലുള്ള മത്സരമാണ്. എൻ്റെ പ്രൊഡിക്ഷൻ പ്രകാരം ജെ ഊസോ ഇതിൽ വിജയിക്കുമെന്നാണ്. ജെ ഊസോയെ നിരന്തരമായി ഇത്തരത്തിലുള്ള സ്പോട്ട് ലൈറ്റുകൾ കൊടുത്ത് ഇങ്ങനെ പുഷ് ചെയ്ത് നിർത്തുന്നത് എന്തിനാണെന്ന് വ്യക്തമായിട്ടില്ല. ആരാധകർക്ക് ജെ ഊസോയെ മടുത്തു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമതായി കൺഫേം ചെയ്തിട്ടുള്ള ഒരു മത്സരം LA നൈറ്റും പിന്നെ ഒരു മിസ്റ്ററി ഒപ്പോണൻറ്റുമാണ്. ആ മിസ്റ്ററി ഒപ്പോണൻറ്റ് ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് ഇതുവരെ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല. നിങ്ങളുടെ മനസ്സിൽ വരുന്ന പേര് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഇങ്ങനെ 3 മത്സരങ്ങളാണ് അടുത്ത സ്മാക്ഡൗണിലേക്ക് ഒഫീഷ്യലി ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിന് ഇടയിലൂടെ കൺഫേം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. പതിവ് പോലെ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ഇല്യ ഡ്രാഗനോവിൻ്റെ ഒരു ഓപ്പൺ ചലഞ്ച് നമുക്ക് കാണാൻ സാധിച്ചു. ആദ്യം ഈ ഓപ്പൺ ചലഞ്ചിന് ഉത്തരം പറഞ്ഞുകൊണ്ട് വന്നത് DIY എന്ന് പറയുന്ന ടീമിലെ ടൊമാസ് ചാമ്പയായിരുന്നു. പക്ഷേ ടൊമാസ് ചാമ്പയ്ക്ക് മത്സരം കൊടുക്കുന്നതിന് പകരം ജോണി ഗർഗാനയ്ക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാനാണ് തൻ്റെ ആഗ്രഹം എന്നുള്ളത് ഇല്യ ഡ്രാഗനോ വെളിപ്പെടുത്തുന്നു. അങ്ങനെ ജോണി ഗർഗാനോ ഈ ഒരു US ടൈറ്റിൽ ഓപ്പൺ ചലഞ്ച് മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. ഇന്നത്തെ സ്മാക്ഡൗണിൽ എനിക്ക് ഇഷ്ടപ്പെട്ട മികച്ച മത്സരമായിട്ട് ഫീൽ ചെയ്തതും ഈ ഒരു US ടൈറ്റിൽ മത്സരമാണ്. നല്ല പെർഫോമൻസ് ഇരു റെസ്ലറുടെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. ഒട്ടും ബോറടിപ്പിച്ചിട്ടില്ല. കുറച്ചധികം നാളുകൾക്ക് ശേഷം ജോണി ഗർഗാനയുടെ ഭാഗത്ത് നിന്ന് നല്ല കിടിലൻ സിംഗിൾസ് കോമ്പറ്റീഷനിലെ പ്രകടനം കാണാൻ സാധിച്ചു. മത്സരത്തിൽ നമുക്കെല്ലാവർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ ഇല്യ ഡ്രാഗനോവ് ജോണി ഗർഗാനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. രണ്ടാമതായി നടന്ന മത്സരം വുമൺസിൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യനായ ജൂലിയ ചെൽസി ഗ്രീൻ എന്ന് പറയുന്ന വുമൺസിൻ്റെ മിഡ് കാർഡിലെ ടോപ്പ് റെസ്ലറിനെതിരെ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരം. ഇതിലെ ഒരു റിസൾട്ട് എല്ലാവരെയും ഞെട്ടിച്ചതായിരുന്നു. കാരണം ചെൽസി ഗ്രീൻ്റെ കൈവശം ഓൾറെഡി ഒരു ചാമ്പ്യൻഷിപ്പൊക്കെ ഉണ്ടായിരുന്നതാണ്. എന്നിട്ടാണ് പുതിയ റെസ്ലേഴ്സിൻ്റെ കയ്യിലേക്ക് ഈ US ടൈറ്റിൽ എത്തിയത്. പക്ഷേ വീണ്ടും ചെൽസി ഗ്രീനെ വിജയിപ്പിച്ചുകൊണ്ട് പുതിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ആക്കിയിരിക്കുന്നു. അത് വലിയ ഡൊമിനൻ്റ് ആയിട്ടുള്ള വിജയമല്ല, ആ റെസ്ലറിൻ്റെ ക്യാരക്ടറിന് അനുസൃതമായിട്ടുള്ള ഒരു വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. ജൂലിയയ്ക്ക് ഒരു റീമാച്ച് ഇനിയും കിട്ടും എന്നുള്ളത് വളരെ വ്യക്തമാണ്. കൂടാതെ AAAയുടെ മിക്സ്ഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് നിലവിൽ ചെൽസി ഗ്രീന് NXTയുടെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ ഈതൻ പേജ് തുടങ്ങിയവരുടെ കൈവശമാണ്. ഈതൻ പേജ് ചെൽസിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു കണികളുടെ ഇടയിൽ. അപ്പോൾ ചെൽസിയുടെ വിജയം പിന്നീട് ഇവർ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മൊമെൻറ്റിലൂടെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ തിരിച്ചടി കൊടുക്കുമെന്നുള്ളതും ജൂലിയ മത്സരശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയുണ്ടായി. അപ്പോൾ ഒരു റീമാച്ച് ഇനി വരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ പ്രതീക്ഷിക്കാം. ഇങ്ങനെ 2 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് നമുക്ക് ഇന്നത്തെ സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ ഡെവലപ്മെൻറ്റ് വുമൺസ് വാർ ഗെയിംസ് മത്സരത്തെ സംബന്ധിച്ചാണ്. ഈ മാസം നവംബറിൽ നടക്കാൻ പോകുന്ന സർവൈവർ സീരീസ് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ വുമൻസ് വാർ ഗെയിംസ് മത്സരത്തിൽ ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ടീമും നയ ജാക്സിൻ്റെ ടീമൊക്കെ തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ഷാർലറ്റ് ഫ്ലെയറും നയ ജാക്സും തമ്മിൽ കളിച്ച മത്സരത്തിൽ നയ ജാക്സാണ് വിജയിക്കുന്നത്. NXTയിൽ നിന്ന് വന്ന കുറച്ചധികം നാളുകൾക്ക് ശേഷം സ്മാക്ഡൗണിലേക്ക് തിരികെ വന്ന ലാഷ് ലെജൻഡ് എന്ന് പറയുന്ന റെസ്ലർ അലക്സ ബ്ലിസിനെ ആക്രമിക്കുന്നത് അത് പെട്ടെന്നുള്ളൊരു ആക്രമണമായിരുന്നു. അവിടേക്ക് ശ്രദ്ധ പോയ ഷാർലറ്റിനെ നയ ജാക്സ് പിന്നീട് പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ലാഷ് ലെജൻഡ് നയ ജാക്സ് തുടങ്ങിയവർ ഒരു ടീമായി മുന്നോട്ടേക്ക് പോകും. ഈ വുമൻസ് ടാഗ് ടീം ടൈറ്റിലിന് ഒരു ചലഞ്ച് പ്രഖ്യാപിക്കും എന്നുള്ള രീതിയിലേക്ക് അവർ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചവരെ ഞെട്ടിച്ചുകൊണ്ട് മറ്റൊരു ബാക്ക് സ്റ്റേജ് അറ്റാക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അതായത് മെഡിക്കൽ ടീമിനെ കണ്ടിരുന്ന അലക്സ ബ്ലിസ്, ഷാർലറ്റ് തുടങ്ങിയവരുടെ അടുത്തേക്ക് കബൂക്കി വാരിയേഴ്സ് ചെന്ന് അവിടെ ആ ഗ്രീൻ മിസ്റ്റ് ഉപയോഗിച്ച് ഇവരെ ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ വുമൻസ് വാർ ഗെയിംസ് മത്സരത്തിൻ്റെ ഒരു ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആംഗിളുകൾ അതിപ്പോൾ
റിങ്ങിനായാലും റിങ്ങിൻ്റെ പുറത്തായാലും അവർ കാണിച്ചിട്ടുള്ളത് എന്നുള്ളത് ഉറപ്പാണ്. ഈ ഷാർലറ്റിൻ്റെ ടീമിൽ ബെയ്ലി, ലൈറ വൽക്കീരിയ തുടങ്ങിയവർ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സ്റ്റെഫനി വെക്കേർ എന്ന് പറയുന്ന റെസ്ലർ ഷാർലറ്റിൻ്റെ ടീമിലും ജേഡ് കാർഗിൽ ചിലപ്പോൾ നായ ജാക്സിൻ്റെ ടീമിലും ജോയിൻ ചെയ്തേക്കാം. അത്തരത്തിലുള്ള സ്റ്റോറി ഡെവലപ്മെൻറ്റ് നമുക്ക് സ്മാക്ഡൗണിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ ആ വലിയൊരു കൂട്ടത്തല്ല് കാണിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് ഡ്രൂ മാക്കിൻറ്റയറിനെ നിക്ക് ഓൾഡിസ് സസ്പെൻഡ് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റഫറിയെ ക്ലെയ്മോർ കിക്ക് കൊടുത്ത് ആക്രമിച്ചതിന് നിക്ക് ഓൾഡിസ് അനിശ്ചിത കാലത്തേക്ക് ഡ്രൂ മാക്കിൻറ്റയറിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു കാരണമാണ് നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ സസ്പെൻഷന് പിറകിലെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡ്രൂ മാക്കിൻറ്റയറിനെ കുറച്ചധികം നാളുകൾ ഓൺ സ്ക്രീനിൽ നിന്ന് മാറ്റി നിർത്തണം. നമുക്കിപ്പോൾ ഒരു റൂമർ ലഭിക്കുന്നുണ്ട്. ചെറിയ സിനിമ ഷൂട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രൂ മാക്കിൻറ്റയർ മാറി നിൽക്കാൻ പോകുന്നത്. അതിലൊരു ക്ലാരിഫിക്കേഷൻ ഇനിയും ലഭിക്കേണ്ടതുണ്ട്. സിനിമ ഷൂട്ടാണോ മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ഡ്രൂ മാക്കിൻറ്റയർ WWE വിട്ടു പോകുന്ന രീതിയിലേക്ക് സ്റ്റോറി അവർ കാണിക്കില്ല. ഡ്രൂ മാക്കിൻറ്റയർ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് 2028 വരെ പുതുക്കിയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു അപ്ഡേറ്റിൽ ഞാൻ പങ്കുവെച്ചതാണ്. അപ്പോൾ ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ കേസ് ഇങ്ങനെയാണ്. അപ്പോൾ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യനായ കോഡി റോഡ്സിൻ്റെ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ്. അപ്പോൾ കോഡി റോഡ്സ് വന്നിട്ട് പറയുന്നത് ഇനി ഡ്രൂ മാക്കിൻറ്റയർ അല്ലാതെ മറ്റ് റെസ്ലേഴ്സിനെ നേരിടാൻ താല്പര്യമുണ്ട്. ഡ്രൂ മാക്കിൻറ്റയറിനായിട്ടുള്ള ഒരു ഫ്യൂഡ് അവസാനിച്ചു എന്നുള്ളത്. അങ്ങോട്ടേക്ക് സെലീന വെഗ, അലിസ്റ്റർ ബ്ലാക്ക് തുടങ്ങിയവർ വരുന്നു. സെലീന വെഗ കോഡി റോഡ്സിനെ സ്ലാപ്പ് ചെയ്യുന്നു. അത് മെയിൻ ഇവൻറ്റിലെ ഒരു 1-on-1 മത്സരത്തിലേക്കാണ് നയിക്കുന്നത്. അങ്ങനെ ആ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു. ആ മത്സരത്തിൻ്റെ ഒരു പകുതി കഴിയുന്നതിന് ശേഷമാണ് ആ മത്സരത്തിലേക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഡ്രൂ മാക്കിൻറ്റയറിൻ്റെ കടന്നു വരവും ആ റഫറിയെ ക്ലെയ്മോർ കിക്ക് കൊടുക്കുന്നതും പിന്നീട് ഡാമിൻ പ്രീസ്റ്റിൻ്റെ ഒരു വരവ് കാണാൻ സാധിച്ചു. ഇങ്ങനെ ഈ ഡാമിൻ പ്രീസ്റ്റും കോഡി റോഡ്സും അലിസ്റ്റർ ബ്ലാക്ക്, ഡ്രൂ മാക്കിൻറ്റയർ തുടങ്ങിയവർക്കെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇതിനിടയിൽ സെലീന വെഗ ഡാമിൻ പ്രീസ്റ്റിൻ്റെ കണ്ണിനെ ആക്രമിക്കുന്നുണ്ട്. അലിസ്റ്റർ ബ്ലാക്കും കണ്ണിനെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നുണ്ട്. ഇതേസമയം റിങ്ങിൽ കോഡി റോഡ്സും ഡ്രൂ മാക്കിൻറ്റയറും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അവസാനം നിക്ക് ഓൾഡിസ് വന്നിട്ടാണ് ഡ്രൂ മാക്കിൻറ്റയറിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൂ മാക്കിൻറ്റയറിന് ചില സിനിമാ ഷൂട്ടുകൾ ഉണ്ട്, ചില സെറ്റുകളിൽ പോകേണ്ടതുണ്ട് എന്നൊക്കെയാണ് നമുക്കിപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് 1-2 ആഴ്ച ഡ്രൂ മാക്കിൻറ്റയറിനെ മാറ്റി നിർത്തും. ചിലപ്പോൾ സർവൈവർ സീരീസിൽ നമുക്ക് കോഡി റോഡ്സ് ഒരു ഫേറ്റൽ ഫോർവേയിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചേക്കാം. ഒരു ക്ലാരിഫിക്കേഷൻ ആ സ്റ്റോറിയെ സംബന്ധിച്ച് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അലിസ്റ്റർ ബ്ലാക്ക്, ഡാമിൻ പ്രീസ്റ്റ്, ഡ്രൂ മാക്കിൻറ്റയർ, കോഡി റോഡ്സ് അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെസ്ലേഴ്സിൻ്റെ മെയിൻ ഇവൻറ്റ് സീനിൽ അതും വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് വരാൻ സാധ്യമാകുന്ന രീതിയിലുള്ള റെസ്ലേഴ്സിനെ യൂസ് ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. പക്ഷേ സ്മാക്ഡൗൺ എപ്പിസോഡ് ആ ഒരു വാവ് ഫാക്ടറിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. എത്തുമെന്ന് കരുതാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.